കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 3 സീറ്റ് വരെ BJPക്ക് ലഭിക്കും എന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ എക്സിറ്റ് പോൾ സൂചന നൽകുന്നു. ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രവചനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു എക്സിറ്റ് പോളിൻ്റെ ഫലമാകട്ടെ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നും പറയുന്നുണ്ട്. ഇവിടെ ചോർന്നു പോകുന്ന വോട്ടുകൾ ഏതൊക്കെ എന്നുള്ളൊരു വലിയ ചർച്ച ഇപ്പോൾ തന്നെ കേരളത്തിൽ സജീവമായിട്ടുണ്ട്. പക്ഷേ പല രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്തമായ രീതിയിലാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സമീപിക്കുന്നത്. ഇപ്പോൾ CPMൻ്റെ നേതാക്കളായ നമ്മൾ സംസാരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലൊരു ഫലത്തിനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ബാലു, എന്താണ് CPMൻ്റെ ഈ ഒരു എക്സിറ്റ് പോളിലുള്ള കാഴ്ചപ്പാട്? വസന്ത്, ഇന്നലെ നമ്മൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ബ്യൂറോയിൽ തന്നെ തീരുമാനിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ ഇടതുപക്ഷത്തിൻ്റെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ ദേശീയ നേതൃത്വവുമായി ഈ എക്സിറ്റ് പോൾ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തിരുന്നു. അവർ ഈ രണ്ട് കൂട്ടരും പറയുന്നത് ഇത് തികച്ചും ഒരു ലോജിക്കൽ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കണക്കെടുപ്പാണ്. ഈ അറ്റ് ദ വേസ്റ്റ് ഒരു കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒരു വാക്കുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ അറ്റ് ദ വേസ്റ്റ് ഒരു സിനാരിയോയിൽ ഉണ്ടായാൽ പോലും തൃശ്ശൂർ ഒരുപക്ഷെ ചിലപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ പരാജയം ഒന്നാം സ്ഥാനാർത്ഥിയുമായി വളരെ ചെറിയ വോട്ടുകൾക്കായിരിക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. അവിടെയും സുരേഷ് ഗോപി ജയിക്കുമെന്ന് വരുന്നില്ല. മറ്റു 3 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് 2 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തികച്ചും അടിസ്ഥാനരഹിതം അല്ലെങ്കിൽ വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് ഈ 2 കൂട്ടരും പറയുന്നത്. മണ്ഡലാടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത്? കോൺഗ്രസ് നമുക്കിപ്പോൾ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള നേതാക്കളുടെയൊക്കെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് ഒരു ലീഡ് കിട്ടിയേക്കാം. വട്ടിയൂർക്കാവ് നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ ഉണ്ടായേക്കാം. പക്ഷേ കോവളം മണ്ഡലത്തിൽ ശശി തരൂരിൻ്റെ ലീഡ് ഏതാണ്ട് 25,000-ന് പുറത്തു പോകുമെന്നുള്ളതാണ് ഇവരുടെ ഒരു വിലയിരുത്തൽ. അതിനൊപ്പം തന്നെ നെയ്യാറ്റിങ്കര പാറശാല മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ലീഡ് കൂടി കണക്കാക്കുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയം അത്ര എളുപ്പമായിരിക്കില്ല. അതായത് എക്സിറ്റ് പോളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു വിജയം അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. പക്ഷേ കോൺഗ്രസും ഇടത് നേതാക്കളും ഒക്കെ പറയുന്ന ഒരു കാര്യം, അവിടെ CSI വോട്ടുകളിൽ നാടാർ വോട്ട് ബാങ്കിൽ ഒരു ചെറിയൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. പരമ്പരാഗതമായി BJPക്ക് ലഭിക്കുന്ന നായർ വോട്ടിനോടൊപ്പം ഈ നാടാർ വോട്ടും ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകളും, അതായത് ലത്തീൻ സമുദായത്തിനേക്കാൾ ഉപരിയായി കാത്തലിക് സമുദായത്തിൻ്റെ വോട്ടുകൾ ചിലപ്പോൾ പോയേക്കാമെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ എന്നിരുന്നാലൊക്കെ ഏതൊരു അവസാനത്തെ ഒരു കണക്കുകൂട്ടലുകൾ നോക്കിക്കഴിഞ്ഞാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന് ഒരു 3%-ലധികം എഡ്ജ് ഉണ്ട് എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾ എങ്ങനെയാണ് ആ അർത്ഥത്തിലേക്ക് വന്നതെന്ന് ഇതിലെ പ്രധാന കണക്കുകൂട്ടലുകൾ ഇതാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ശശി തരൂരിനോടൊപ്പം നിന്ന നഗരത്തിലെ 3 മണ്ഡലങ്ങൾ, അവിടുത്തെ പ്രബല സമുദായങ്ങൾ, ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തികളൊക്കെ തന്നെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിന് പിന്നിൽ അണിനിരന്നു എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. വട്ടിയൂർക്കാവ് നിയമവും പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ കോസ്റ്റൽ ബെൽറ്റിലെ വോട്ട് വരുമ്പോഴത്തേക്കും അവിടെയാണ് ഈ കോസ്റ്റൽ ബെൽറ്റിൽ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അവിടെ ഈ ലത്തീൻ കാത്തലിക്സിന്റെ വോട്ട് വിഴിഞ്ഞം തുറമുഖ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഒരുപക്ഷെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ വിഷയം പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഇടതുപക്ഷത്തിനെതിരെ വലിയ സമരം നടന്ന ഒരു സ്ഥലമായതുകൊണ്ടും കേസുകളൊക്കെ പിൻവലിച്ചെങ്കിലും അത് ഒരുപക്ഷെ കോൺഗ്രസിനും അവർക്കും പോകാതെ BJPക്ക് പോയിട്ടുണ്ടാവണം. അതിനോടൊപ്പം തന്നെ BJPക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ടുകളിൽ പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിക്കേണ്ട, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് പറയുന്നില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട മുസ്ലിം വോട്ടുകൾ ഒരു വിഭാഗം അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് പന്ന്യൻ രവീന്ദ്രന് പോയിട്ടുണ്ട് എന്നുള്ളത്. തിരുവനന്തപുരത്തിനേക്കാളും ആറ്റിങ്ങലിൽ അപ്പോൾ ആ ഡിവിഷൻ ഒരുപക്ഷെ ശശി തരൂരിന് ഡാമേജ് ചെയ്യാം എന്നുള്ളൊരു വിലയിരുത്തലാണ് BJP കേന്ദ്രങ്ങൾക്കുള്ളത്. ഏതായാലും ഈ ആറ്റിങ്ങലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങലിൽ 3 സ്ഥാനാർത്ഥികളും പ്രബല സ്ഥാനാർത്ഥികളാണ്. ഒരാൾ MLA ആണ്, ഒരാൾ കേന്ദ്രമന്ത്രിയാണ്, മറ്റൊരാൾ മുൻ മന്ത്രിയുമാണ്, സിറ്റിംഗ് MP യുമാണ്. 3 ഒരേ സമുദായത്തിൽ നിന്നുള്ളവർ.
അപ്പോൾ അവിടുത്തെ പ്രബലമായ സമുദായമായ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ചിതറിപ്പോകുന്ന ഒരു കാഴ്ചയാണോ, അതോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പിന്നിൽ ഏകോപിച്ച് വന്നോ എന്നുള്ളതാണ് കാണേണ്ടത്. അതാണ് കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കും. കോൺഗ്രസും അത് ഇടത് നേതാക്കളും ഒക്കെ പറയുന്നത് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് ഈഴവ കോൺസെൻട്രേഷനുള്ള ഈഴവ വോട്ട് ബാങ്ക് എന്ന് പറയാവുന്ന 3 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല. ഈ 3 മണ്ഡലങ്ങളും അതിൽ ആറ്റിങ്ങലും ചിറയൻകീഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് വലിയ ലീഡ് കൊടുക്കുന്ന മണ്ഡലങ്ങളാണ്. വർക്കലയും അതുപോലെ തന്നെയാണ് സമീപകാലത്ത് ആ ലീഡ് നിലനിൽക്കുന്നത്. ആ ലീഡ് മറികടക്കാൻ മുരളീധരന് കഴിയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ 3 മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ജോയ് ലീഡ് ചെയ്താലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആര്യനാട്, കാട്ടാക്കട, നെടുമങ്ങാട്, വാമനപുരം ഈ 4 മണ്ഡലങ്ങൾ അടൂർ പ്രകാശിനോടൊപ്പം നിൽക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഈ 7 മണ്ഡലങ്ങളിലും മുരളീധരൻ എവിടെയെങ്കിലും ലീഡ് ചെയ്യുമെന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടൽ ഈ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒന്നുകിൽ വി ജോയിക്കോ അല്ലെങ്കിൽ ഈ അടൂർ പ്രകാശിന്. അവിടെ ബസന്ത് നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു വലിയൊരു ഫാക്ടർ ഈ മുസ്ലിം വോട്ടിനകത്തുള്ള സ്പ്ലിറ്റ്. ഈ ജോയ് ജയിക്കുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ തവണ അടൂർ പ്രകാശിലേക്ക് ബ്ലോക്കായിട്ട് മുസ്ലിം വോട്ട് പോയി. കാരണം അന്ന് സമ്പത്ത് ഈ റോഹിംഗ്യ വിഷയത്തിലേക്ക് ഇവിടെ വലിയ ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്ന നേതാവാണെങ്കിൽ കൂടിയും അടൂർ പ്രകാശിലേക്ക് മുസ്ലിം വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മുസ്ലിം വോട്ടിൻ്റെ ഉണ്ടായിരിക്കുന്ന ഒരു സ്പ്ലിറ്റ് അത് ഒരു അഡ്വാൻറ്റേജായി BJP നേതാക്കൾ പറയുന്നതായാണ് ഈ ബസന്ത് നേരത്തെ പറഞ്ഞത്. അത് അങ്ങനെ ഒരു ആശങ്ക ഇവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് മുരളീധരൻ്റെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് കരുതുന്നില്ല. അല്ല, തൃശ്ശൂരും സമാനമായ സാഹചര്യമാണ്. അവിടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ നീക്കമാണ് ഒരുപക്ഷെ സുരേഷ് ഗോപിയെ സഹായിക്കുക എന്നുള്ളത്. പ്ലസ് വനിതാ സ്ത്രീകളുടെ വോട്ടുകളും എല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പോൾ ജയിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവിടെയും അഥവാ സുരേഷ് ഗോപിയിലേക്ക് ഈ വിജയം വരുന്ന ഒരു സാഹചര്യമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരമാണെങ്കിൽ അതിന് മറ്റൊരു വിഷയം കൂടിയുണ്ട്. CPM വോട്ട് ചോരുന്നു എന്നുള്ളതും അതിനൊരു കാരണം കൂടിയുണ്ട്. അന്നത്തെ ആ പൂരത്തിന്റെ വെടിക്കെട്ട്, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് അലങ്കോലമാക്കിയ സംഭവം അത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള ആരോപണം. സുനിൽകുമാറിന് ഏറ്റവും എഡ്ജ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ. അത് ആ എഡ്ജ് ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള ചില അണ്ടർ ഹാൻഡ് ഡീലിങ്സിന്റെ ഭാഗമാണെന്നുള്ളൊരു ആരോപണം കൂടി. ഞാൻ ഈ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതായത് തൃശ്ശൂരിലാണ് യഥാർത്ഥത്തിൽ ഈ 2 മുന്നണികളും ഒരു ക്ലോസ് ഫൈറ്റ് നടന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലം. അവിടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ, നാട്ടിക, ഒല്ലൂർ, ഇരിങ്ങാലക്കുട ഈ 4 മണ്ഡലങ്ങളിൽ, ഗുരുവായൂർ ഈ 5 മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നല്ലതായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരും നാട്ടികയിലും മാത്രമാണ് ഒരു ലീഡ് ലഭിക്കാൻ സാധ്യതയെന്ന് കരുതപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്നെൻ്റെ അടുത്തൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഏതാണ്ട് 85,000 വോട്ടായിരുന്നു തൃശ്ശൂർ BJP മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ചേർത്തിരിക്കുക. അതിൻ്റെ ഇപ്പോൾ ഇവരുടെ ഈ കണക്കൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവർ മനസ്സിലാക്കുന്നത് അതിലെ ഏതാണ്ട് 80% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ആ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് ഇതിനകത്ത് സുരേഷ് ഗോപിയുടെ പരാജയത്തിൻ്റെ മാർജിൻ കുറയ്ക്കാനുള്ള സാധ്യത. വിജയിക്കുമെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു ക്ലോസ് കോൺടെസ്റ്റാണ്. അല്ല, അതിൽ വേറൊരു വിഷയമുണ്ട്. ഇപ്പോൾ വോട്ട് ചേർക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷവും ഒട്ടും മോശമായിരിക്കില്ല. അത് കൃത്യമായ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ഭരണഭാഗത്ത് ചേർത്തിട്ടുണ്ടാവണം. ഏതായാലും 3 സീറ്റുകൾ BJPക്ക് എന്നുള്ള ഒരു എക്സിറ്റ് പോൾ ഫലത്തിലെ ആ പ്രവചനം അത് എത്രത്തോളം ശരിയാകും എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. ഇനി വെറും 24 മണിക്കൂർ മാത്രം. ഏതായാലും അതിനായി കാത്തിരിക്കാം.